ഇസ്രയേലും ഹമാസും തമ്മിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാർ അനുസരിച്ചുള്ള ബന്ദിമോചനം നടന്നുകൊണ്ടിരിക്കെ പാലസ്തീൻ അതോറിറ്റിയുടെ പേ ടു സ്റ്റേ പദ്ധതിയുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ബന്ദികൾക്കായി വർഷങ്ങളായി അടച്ചുകൊണ്ടിരിക്കുന്ന പണം പെരുകി കോടിക്കണക്കിന് രൂപയായി മാറിയതിനാൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഭീകരവാദികളായ ബന്ദികളിൽ മിക്കവരും ശതകോടികൾ വാങ്ങിയാണ് ഇസ്രായേൽ ജയിലിൽ നിന്നും വീടുകളിലേക്ക് പോയത്. വെടിനിർത്തൽ കരാർ അനുസരിച്ച് 4 റൗണ്ട് ഘട്ടങ്ങളിൽ മോചിതരായി പുറത്തിറങ്ങുന്ന 734 തീവ്രവാദികൾക്ക് പാലസ്തീൻ അതോറിറ്റിയുടെ ഈ പേ ടു സ്ലേ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന തുക $141 മില്യൺ അഥവാ 1223 കോടിക്ക് മുകളിൽ വരുന്ന ഇന്ത്യൻ റുപ്പിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പാലസ്തീൻ മീഡിയ വാച്ച് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവരിൽ പകുതിയോളം പേരിൽ ഓരോരുത്തർക്കും 1 മില്യൺ ഷെക്കേൽ അഥവാ 241 കോടിയിലധികം രൂപയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ നീതിബോധത്തിന് നേരെ പരിഹാസത്തോടെ പല്ലെളിച്ച് കാട്ടുന്ന തരത്തിൽ പാലസ്തീൻ അതോറിറ്റി കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഈ പരിപാടികളെക്കുറിച്ച് ഇപ്പോൾ കടുത്ത പരിഹാസവും പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ലോകത്തിലെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരാൾ മറ്റൊരാളെ കൊന്നിട്ട് ജയിലിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായാൽ ആ വ്യക്തിയെക്കുറിച്ച് ആ സമൂഹത്തിന് കനത്ത ലജ്ജയും അപമാനവുമായിരിക്കും ഉളവാകുന്നത്. എന്നാൽ പാലസ്തീൻ അതോറിറ്റി മാത്രം തെല്ലും ഒളിപ്പില്ലാതെ കൊലപ്പുള്ളികളുടെ തലയിൽ അണിയിക്കാനുള്ള കിരീടവുമായി ചുറ്റി നടക്കുന്നത് അങ്ങേയറ്റം അപമാനകരമാണെന്നാണ് പാലസ്തീൻ അതോറിറ്റിയുടെ വിചിത്രമായ ഇടപാടുകളെക്കുറിച്ച് പാലസ്തീൻ മീഡിയ വാച്ച് ഡയറക്ടർ ഇത്തമാർ മാർക്കസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിനിടെ കൊല്ലപ്പെട്ടവരോ പരിക്കേറ്റവരോ തടവിലാക്കപ്പെട്ടവരോ ആയ പാലസ്തീനികളുടെ കുടുംബങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ ദി കെയർ ഓഫ് ദി ഫാമിലീസ് ഓഫ് മാട്രിസിൻ്റെ പേരിൽ രക്തസാക്ഷി പേയ്മെൻറ്റ് പ്രതിമാസം പണമായി നൽകുന്നു. അതുകൂടാതെ ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പാലസ്തീനികൾക്കുള്ള ധനസഹായമായ പ്രിസണേഴ്സ് ഫണ്ട് എന്ന പേ ടു സ്ലേയും നൽകുന്നു. 2016 പാലസ്തീൻ അതോറിറ്റി ഏകദേശം 1.1 ബില്യൺ സാമ്പത്തിക സഹായങ്ങളാണ് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ ഫണ്ടിനെ വിവരമുള്ളവർ വിളിച്ചിരുന്നത് കൊലയ്ക്ക് നൽകുന്ന പണമെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പേയ്മെൻറ്റുകളെന്നുമാണ്. ക്ഷേമപരമോ സാമ്പത്തികമോ ആയ വീക്ഷണകോണിലൂടെ പാലസ്തീൻ അതോറിറ്റിയുടെ ഈ പ്രവൃത്തിയെ നോക്കിയാൽ അത് തെല്ലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് 2007 ലോക ബാങ്ക് ഇതേക്കുറിച്ച് പരാമർശിച്ചിരുന്നു. 2017 തടവുകാരുടെ പേയ്മെൻറ്റുകൾ വിഭാഗത്തിൽ ഗുണഭോക്താക്കൾക്ക് കൊടുത്തത് $160 മില്യൺ രക്തസാക്ഷി പേയ്മെൻറ്റുകൾ ഓരോ കുടുംബങ്ങൾക്ക് പ്രതിവർഷം $183 മില്യൺ നൽകിയത്. 20 വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിക്കുന്ന തടവുകാർക്ക് $36 മില്യൺ, സുരക്ഷാ സേനയിലെ മുൻ അംഗങ്ങൾക്ക് $10 മില്യൺ, 200 ചാവേർ ബോംബർമാരുടെ കുടുംബങ്ങൾക്ക് $1 മില്യൺ ഇതുവരെ പാലസ്തീൻ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ജീവപര്യന്തം തടവും ദീർഘകാല തടവും സുരക്ഷാ സേനയിലുള്ള പാലസ്തീനികളുടെ കുടുംബങ്ങൾക്കാകട്ടെ $10 മില്യൺ വെച്ചും കിട്ടി. എന്തുകൊണ്ടാണ് നിരപരാധികളായ യഹൂദർക്ക് നേരെ മെക്കിട്ട് കയറിക്കൊണ്ട് പാലസ്തീനികൾ ഹമാസിൻ്റെ പാതയിലൂടെ തീവ്രവാദികളാകുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നെയാണ് ഈ കണക്കുകൾ. മത തീവ്രവാദത്തിനപ്പുറത്ത് ഇത്തരത്തിൽ കനത്ത കോടികൾ ഒന്നും അറിയാതെ കയ്യിൽ കിട്ടുമെങ്കിൽ ഏതൊരു പാലസ്തീൻ യുവാവും ആത്മാർത്ഥമായി ബോംബും തോക്കും കല്ലും കയ്യിലെടുത്ത് നിരപരാധികളെ കൊല്ലാനും ചാകാനും തയ്യാറായി രംഗത്ത് വരും. അതുതന്നെയാണ് ഇന്ന് വരെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാലസ്തീനെതിരെ ഇപ്പോൾ ശക്തമായ നീക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഭീകരതയ്ക്ക് ഇരയായവരുടെ കുടുംബങ്ങൾ ഫയൽ ചെയ്ത വ്യവഹാരങ്ങളെ തുടർന്ന് ഫെബ്രുവരിയിൽ US കോടതികൾ പാലസ്തീൻ അതോറിറ്റിക്ക് $200 മുതൽ $300 മില്യൺ തുകയുടെ കനത്ത പിഴ ചുമത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാലസ്തീൻ അതോറിറ്റി കൂപ്പുകുത്തി വീഴുമെന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതേ തുടർന്ന് ആകെ പരിഭ്രാന്തനായ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രക്തസാക്ഷി ഫണ്ട് അവസാനിപ്പിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കത്തിലാണിപ്പോൾ. കർക്കശക്കാരനായ ട്രംപ് മാഷിൻ്റെ അടി കിട്ടാതിരിക്കാൻ ഞങ്ങൾ തെറ്റുതിരുത്താൻ തയ്യാറാണെന്നും ശിക്ഷിക്കരുതേ എന്ന വിലാപവുമായി ഫണ്ട് നിർത്താനുള്ള പാലസ്തീൻ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ നീക്കത്തെ കണ്ടാൽ മതി.